ഒരു നാട്, ഓർമ്മകളുടെ മണം ചുമക്കുന്ന ഒരു മണ്ണ്. ആ മണ്ണിന്റെ ഉള്ളിൽ ഒരു ദീപം കത്തി നിൽക്കുന്നുണ്ട്. തലമുറകളെ വഴി നടത്തിയ ഒരു വിദ്യാഭ്യാസ ദീപസ്തംഭം. ശ്രീ വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പാലേമാട്. ഈ സ്കൂളിന്റെ വരാന്തകളിലൂടെ കാലം അനവധി കഥകൾ എഴുതിക്കഴിഞ്ഞു. കയ്യിൽ പുസ്തകവും ഹൃദയത്തിൽ സ്വപ്നങ്ങളുമായി നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ നിന്നാണ് ജീവിതത്തിന്റെ വലിയ ലോകത്തേക്ക് ആദ്യ ചുവടുകൾ വച്ചത്. ആ സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടിയത് ചില മഹത്തായ ഗുരുക്കന്മാരായിരുന്നു. അറിവിന്റെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുക്കാതെ ജീവിതത്തിന്റെ വെളിച്ചമായി ഓരോ കുട്ടിയിലേക്കും പകർന്നു തന്നവർ. അത്തരത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലയേറിയ കാലഘട്ടം ഈ കുട്ടികൾക്കായി സമർപ്പിച്ച രണ്ട് മഹത്തായ ഗുരുക്കന്മാർ, കമലാവതി ടീച്ചർ, തമ്പു ജോർജ് സാർ. കമലാവതി ടീച്ചർ പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ ഉള്ളന്നൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ വഴികളിലൂടെ പൊന്നാനിയും ഗുരുവായൂരും പിന്നിട്ട് പാലക്കാട് നിന്ന് HDC നേടി ഒരു അധ്യാപികയായി ജീവിതയാത്ര ആരംഭിച്ചു. അവസാനം 2000 ഡിസംബർ 18 ഈ മഹത്തായ വിദ്യാലയത്തിൽ ഒരു അധ്യാപികയായി ചേർന്ന ദിവസം ചരിത്രത്തിന്റെ തുടക്കമായി. 2001 മുതൽ ഓരോ വിദ്യാർത്ഥിയിലും അക്ഷരങ്ങളുടെ വെളിച്ചം പകർന്ന ഗുരു. അവാർഡുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ ഏറ്റവും വലിയ അവാർഡ് എൻ്റെ കുട്ടികളാണ്. അവർ ഇന്ന് എത്തി നിൽക്കുന്ന ജീവിതമാണ്. എത്ര മഹത്വരമായ വാക്കുകൾ. 2001 ജനുവരി 4 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ സ്കൂൾ ജോയിൻ ചെയ്ത എനിക്ക് ഇങ്ങനെ ഒരു ജോലി തന്ന എൻ്റെ പ്രിയപ്പെട്ട പിള്ള സാറിൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. അതുപോലെ എൻ്റെ അമ്മയോടും അതുപോലെ അനിയേട്ടനോടും പ്രീത ടീച്ചറോടും ഗിയ ചേച്ചിയോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു ജോലി എനിക്ക് തരാൻ മനസ്സ് കാണിച്ച പിള്ള സാറിനോട് തന്നെ ഒരുപാട് സ്നേഹം കാണിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ജോലി 25 വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് 30-നാണ് ഞാൻ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിനിടയ്ക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്നേഹ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കള്, 25 വർഷത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം ഒരുപാടാണ്. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അധ്യാപക സുഹൃത്തുക്കൾ, ഓരോ അധ്യാപക സുഹൃത്തുക്കളും വളരെ ഏറ്റവും നല്ല രീതിയിലും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഞാൻ ഓരോരുത്തരെയും കണ്ടിട്ടുള്ളത്. എൻ്റെ നെഞ്ചോട് ചേർത്തിട്ടാണ് ഞാൻ ഓരോരുത്തരെയും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ ഓരോരുത്തരും ഇന്ന് പല കുട്ടികളും, ഞാൻ കൊമേഴ്സ് അധ്യാപികയാണ്. സയൻസും കൊമേഴ്സും 2 ബാച്ചാണ് നമ്മുടെ സ്കൂളിലുള്ളത്. കൊമേഴ്സിനാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 2000 തൊട്ടുള്ള എൻ്റെ പിള്ളേർ പലരും നല്ല നിലയിലുള്ള കുട്ടികൾ, ഒരുപാട് നല്ല നിലയിലുള്ള കുട്ടികളുണ്ട്, നല്ല നിലയിൽ എത്താത്ത കുട്ടികളുണ്ട്. എല്ലാവർക്കും എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. എല്ലാവർക്കും നല്ലത് തന്നെ വരുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹം ആ കുട്ടികൾക്ക് തിരിച്ചും ഉണ്ട് എന്നുള്ളത് എനിക്ക് 100% അറിയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുന്നത്, നമ്മുടെ സന്ധി ടീച്ചർ എന്നോട് ചോദിച്ചു, നമ്മുടെ പഴയ ബാച്ചിലെ കുട്ടികൾ ചോദിക്കുന്നു, ടിൻസ് കമല ടീച്ചർ കാണാൻ വന്നാൽ പറ്റുമോയെന്ന്. ഞാൻ പറഞ്ഞു പറ്റുമല്ലോ, എന്ന് വേണമെങ്കിലും അവർക്ക് വരാമല്ലോ എന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് പിറ്റന്നാളാണ് എന്നോട് റെനീഷ് എന്ന കുട്ടി ഒരു കോള് വരുന്നത് എനിക്ക്. അപ്പോൾ കോള് വന്നിട്ട് ചോദിച്ചു, മിസ് നമുക്കൊരു പരിപാടി നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നടത്താം, പക്ഷെ ഒരു കാര്യമുണ്ട്, 1 രൂപ പോലും പൈസ പിരിച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കിഷ്ടമല്ല, ആരുടെ അടുത്തുനിന്നും പൈസ പിരിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ മിസ്സേ എന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിൽ ഞാൻ കുട്ടികളിവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നപ്പോഴും ഞാൻ അവരോട് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, പൈസ പിരിച്ചിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല, അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റെനീഷ് എന്നോട് വിളിക്കുന്നത്, മിസ് ബെനീഷ് അബ്ദുള്ള ആരാണ്? ഞാൻ പറഞ്ഞു ബെനീഷ് അബ്ദുള്ള എനിക്ക് അറിയില്ല, ബെനീഷിനെ എനിക്കറിയാം. ബെനീഷ് എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ നല്ലൊരു പയ്യനാണ്, ഏറ്റവും സ്നേഹമുള്ള സ്നേഹനിധിയായിട്ടുള്ളൊരു പയ്യൻ തന്നെയാണ്. അവൻ എപ്പോഴും VHSC കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പാലിയേറ്റീവിൻ്റെ വർക്കൊക്കെ ആയിട്ടായിരുന്നു ഒരു 3-4 കൊല്ലം, 4-5 വർഷം അവൻ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഗൾഫിൽ പോയി നല്ല നിലയിലെത്തിയിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ അവനോട് പറയുമായിരുന്നു, നീ നല്ല നിലയിലെത്തുമ്പോഴേ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, ഈ പാലിയേറ്റീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ മുന്നിൽ ഒരു നല്ലൊരു ഭാവി ഉണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അപ്പോൾ എന്നോട് റെനീഷ് പറഞ്ഞു, മിസ് ബെനീഷ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിപാടിക്ക് ബെനീഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ, എന്നാൽ നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷം
ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റെനീഷ് പറയണത്, മിസ്സേ ഈ പരിപാടി മൊത്തം സ്പോൺസർ ചെയ്തത് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത് അത് നമ്മുടെ ബെനീഷാണ് മിസ്സേ. അതെയോ? അപ്പം എനിക്ക് ആകെ സത്യം പറഞ്ഞാൽ സന്തോഷമോ സങ്കടം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏതോ ഒരു വികാരത്തിൽ സത്യമായിട്ട് ഞാൻ അടിമപ്പെട്ടു എന്ന് പറയാം. ഇപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അത്രയും ദൂരത്തിരുന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി വരിക വലിയൊരു എമൗണ്ടാണ്. അന്ന് തന്നെ എന്നോട് ചോദിച്ചു അക്കൗണ്ട് നമ്പറെ കൊടുക്കാൻ പറഞ്ഞു. വലിയൊരു എമൗണ്ട് അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ കുട്ടികൾ, നമ്മളെ സ്നേഹിക്കുന്ന മക്കൾ ഇത്രയും ദൂരെ ഇരുന്ന് ഓരോ പരിപാടികളും വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അതും ഈ യുദ്ധസമയത്ത് അവൻ ഒരുപാട് തിരക്കുള്ള ഒരു പയ്യനാണ്. യുദ്ധസമയത്താണ് അവൻ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്രയും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി നിങ്ങൾ മുൻകൈയെടുത്ത ഓരോ എൻ്റെ മക്കൾക്കും ഒരുപാട് സ്നേഹം, നന്ദി. ഇത് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കമലാവതി ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളിവിടെ ഫസ്റ്റ് വന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി ഇൻ്റർവെല്ലിന് ക്ലാസ്സിലിരുന്ന് നല്ല ശബ്ദത്തിൽ ചിരിക്കേന്. അതിൽ ടീച്ചർ വന്നാണ്ട് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ശബ്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അതാക്കി. അപ്പോൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ടീച്ചറിനോട് ചോദിച്ചു, ഇൻ്റർവെല്ലല്ലേ എന്താ അങ്ങനെ സംസാരിച്ചാൽ കുഴപ്പം കരുതി. അതൊരു കുറച്ച് വലിയ പ്രശ്നങ്ങൾ ആ സമയത്താണ് കമലാവതി ടീച്ചർ അന്ന് ഞങ്ങളോട് പറഞ്ഞത്, അത് നിങ്ങൾ പറയണോണ്ടല്ല, ബാക്കിയുള്ള ടീച്ചർമാർ എന്ത് കരുതുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അന്ന് മുതൽ ടീച്ചർ ഞങ്ങളോട് ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടീച്ചർ പോണതിൽ കുറച്ച് സങ്കട കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ടീച്ചർ നല്ലൊരു ടീച്ചറാണ്. ടീച്ചറിനൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഇടങ്ങേറൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും ടീച്ചർ എന്തൊക്കെ ക്ലാസ്സിൽ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ടീച്ചർ അതൊന്നും മനസ്സിൽ വെക്കൂല. അങ്ങനെ ഞങ്ങളെ അപ്പം തന്നെ അതൊക്കെ മറന്ന് ഞങ്ങളൊക്കെ എത്രയൊക്കെ ഇടങ്ങേറാക്കിയാലും ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഓരോ കാര്യത്തിനും എല്ലാ കാര്യത്തിനും മുന്നിലേക്ക് നയിച്ച ഒരു ടീച്ചറാണ് കമലാവതി മിസ്. അങ്ങനെ 2 കൊല്ലം ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ എല്ലാ കാര്യവും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഞങ്ങളടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കമലാവതി ടീച്ചറാണ് ഞങ്ങളെ കൊണ്ടുപോകല്. ഞങ്ങൾ എങ്ങനെയൊക്കെയാണെന്നെങ്കിലും ഞങ്ങളെയൊക്കെ മനസ്സിലാക്കി ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ടീച്ചറെ ഞങ്ങളെ കൂടെ വന്നു. പിന്നെ ഇപ്പൊ ടീച്ചർ പോവാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ കണിയാമ്പറ്റയിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച തമ്പുസാർ 1970 മെയ് 30 മാനന്തവാടിയിൽ നിന്നും നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് വഴികാട്ടിയായി ഒരു ചരിത്രം പിറവികൊണ്ടു. മികച്ച അധ്യാപകനപ്പുറത്തേക്ക് ഒരു മികച്ച ഗുരുവായി ജീവിച്ചു. ശേഷം 2001 ഫെബ്രുവരി 26 ശ്രീ വിവേകാനന്ദ സ്കൂളിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായി പ്രവേശനം. 25 വർഷം നീണ്ട സേവനം ഒരു തലമുറയെ രൂപപ്പെടുത്തിയ കാലഘട്ടം. NSS പ്രോഗ്രാം ഓഫീസർ, സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് മെമ്പർ. 2019 NSS ശ്രേഷ്ഠം ബാല്യം പുരസ്കാരം. ഇവരുടെ കൈകളിലൂടെ പുത്തുവിരിഞ്ഞ നൂറുകണക്കിന് ജീവിതങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ സ്വന്തം വഴികൾ തെളിയിക്കുന്നു. 2001 ഫെബ്രുവരി 26 ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം കഴിഞ്ഞ 25 വർഷങ്ങൾ വളരെ പെട്ടെന്ന് പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. കാരണം ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച ആ സഹകരണവും അതുപോലെ തന്നെ സ്നേഹവും അത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം വിലമതിപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ 2026 മെയ് 31 ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അത് നഷ്ടമാകുമോ എന്നുള്ളൊരു സങ്കോചം മനസ്സിലുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 25 വർഷക്കാലം ഏകദേശം 700ഓളം കുട്ടികളെ അഭ്യസിപ്പിക്കുവാൻ, അവർക്ക് നല്ലൊരു ജീവിതത്തിൻ്റെ പാത തുറന്നു കൊടുക്കുവാൻ, അവരെ കൈപിടിച്ചുയർത്തുവാനും കൈപിടിച്ച് നടത്തുവാനും ഒരവസരം ജീവിതത്തിൽ ലഭിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സഹപ്രവർത്തകർ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ജീവനക്കാർ, അവരെല്ലാം എനിക്ക് നൽകിയ സ്നേഹത്തിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ 2001 മുതൽ 2025 വരെയുള്ള ബാച്ചുകളിലെ കുട്ടികൾ നൽകിത്തരുന്ന ഈ വളരെ മനോഹരമായിരിക്കുന്ന ഈ യാത്രയപ്പ്, അതിനും ഞാൻ ഏറെ കടപ്പെട്ടവനാണ്. എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സാറുണ്ടല്ലോ സൂപ്പറാണ്, അത് ഞാൻ പറയാം. ബിക്കോസ് സാർ അത്ര ഫ്രണ്ട്ലിയാണ്. എല്ലാ കുട്ടികളോടും
ഞങ്ങളോടും ടീച്ചർമാരും സാറും എല്ലാവരും. പിന്നെ സാറ് ഞങ്ങളെ എന്ത് കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും എന്തിനാണെങ്കിലും സാറ് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തമ്പു സാറിനാണ്. ഫുൾ ചില്ലാണ് സാർ, ഫുൾ വൈബാണ്. ഈ കഥയിൽ അഭിമാനത്തോടെ ഒരു പേരുയരുന്നു. ദേശസേവനത്തിന്റെ വഴിയിൽ ഒരു സൈനികനായി ഉയർന്ന റനീഷ്. അവൻ മറന്നില്ല തനിക്ക് വഴികാട്ടിയായ ഈ മണ്ണിനെയും ഈ ഗുരുക്കന്മാരെയും. തൻ്റെ ഫിലോന്ത്രോഫി ഒരു സംഘടനയല്ല, ഹൃദയങ്ങൾ ചേർന്ന് പിറന്ന ഒരു കുടുംബം. ഇവിടെ പ്രായഭേദമില്ല, ബാച്ചിൻ്റെ ദൂരമില്ല. ഒരാൾ വീണാൽ മറ്റൊരാൾ കൈനീട്ടും. ഒരാൾക്ക് വേദനയുണ്ടെങ്കിൽ മറ്റൊരു ഹൃദയം കരയും. മതം ഇവിടെ മതിലല്ല, മനുഷ്യത്വമാണ് ഏകമതം. അതുകൊണ്ടാണ് ഫിലോന്ത്രോഫി ഒരു പേരു മാത്രമല്ല, പ്രതിജ്ഞ, ഉത്തരവാദിത്വം, ജീവിക്കുന്ന കുടുംബം. ഇന്ന് സ്നേഹവും ആദരവും കൈനിറഞ്ഞ ഈ നിമിഷത്തിൽ ഒരു ജീവിത സേവനത്തെ ആദരിക്കാൻ ഞങ്ങൾ ഒന്നിക്കുന്നു. സ്നേഹസ്പർശം ഒരു സ്കൂൾ കെട്ടിടം മാത്രമല്ല, അത് ഓർമ്മകളുടെ വീട്, ബന്ധങ്ങളുടെ വേര്, സ്വപ്നങ്ങളുടെ തുടക്കം. കാരണം ഒരു നല്ല അധ്യാപകൻ ക്ലാസ് മുറി വിട്ടുപോയാലും തൻ്റെ വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളിൽ എന്നെന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. മികച്ച അധ്യാപകർക്ക് ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.